Good morning, students. Today I am going to discuss about the limitations of management accounting, then the functions of management accountant, and the recent trends in management reporting. First, limitations of management accounting. Management accounting is an important tool of management. It helps management in discharging its functions efficiently. But the system suffers some limitations. And the important limitations of management accounting are: first one, lack of objectivity. That means management accounting lacks objectivity of information. It gives more importance to relevance of information rather than its objectivity. ഇൻഫർമേഷൻ അവർ സപ്ലൈ ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ റെലവൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റിക്കല്ല. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ചിലപ്പം മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ലാക്ക് ഓഫ് എക്സ്പേർട്ട് നോളജ്. You have seen the scope of management accounting is very wide. So many disciplines are included in this subject. So it is difficult to find out a management accountant having these expert knowledges or having knowledge in all these fields. Either management accounting, financial accounting, cost accounting, reporting, quantitative methods, ഇങ്ങനെ കുറേ സബ്ജക്ട്സ് വരുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാം അറിവുള്ള ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിനെ കിട്ടുക, അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിന് ഈ എല്ലാ സ്ട്രീംസിലും നോളജ് ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഈസ് അനദർ ലിമിറ്റേഷൻ. Then next one, personal judgment. There is no strict management accounting principles. So the management accountant may use his personal judgment in decision making. ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ പോലെ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും പ്രിൻസിപ്പിൾസും ഒന്നും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പലപ്പോഴും അയാളുടെ പേഴ്സണൽ ജഡ്ജ്മെന്റ് വെച്ചിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഇസ് അനദർ ലിമിറ്റേഷൻ. നെക്സ്റ്റ് വൺ, ഹൈ കോസ്റ്റ്. Management accounting system is often introduced as a parallel system to the existing financial accounting system. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം കമ്പൽസറി ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് പകരം ആവില്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റവും അതോടൊപ്പം തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റവും ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് തന്നെ ഹൈ ബിസിനസ് കൺസേൺ, ഇത് ലാർജ് ബിസിനസ് കൺസേൺ മാത്രമേ ഈ സിസ്റ്റം എഫക്റ്റീവായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. സ്മോൾ ഫേംസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കോസ്റ്റ് അഫോർഡബിൾ ആയിരിക്കില്ല. ദെൻ നെക്സ്റ്റ് വൺ, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് ഉദ്ദേശിക്കുന്നത് ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻഎഫിഷ്യൻസീസ് ആൻഡ് വേസ്റ്റേജസ് ആർ റിപ്പോർട്ടഡ് ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ് ആർ ടേക്കൺ ഇമ്മീഡിയറ്റ്ലി. ഇപ്പോൾ എംപ്ലോയീസിന് അവരുടെ വർക്കിൻ്റെ മേലെ ഒരു ചെക്ക് വരുന്നു, അതായത് അവരുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അവരുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. ദെൻ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവരോട് അതിൻ്റെ റീസൺസ് ചോദിക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് ഇവർക്ക് ഈ സിസ്റ്റത്തോട് അത്ര താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് tools and techniques are not well defined. The management accounting in എന്ന് പറയുന്നത് recent origin ആണ്. Then most of the tools and techniques provided in this system are not time tested.
ഈ അക്കൗണ്ടിംഗ് സിസ്റ്റം പുതിയതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ടൂൾസും ടെക്നിക്സും ഒന്നും അങ്ങനെ ടെസ്റ്റ് ചെയ്തതല്ല. അതുപോലെ തന്നെ ഒരു യൂണിഫോമിറ്റിയിൽ ഓരോ സ്ഥാപനവും അവരുടേതായ രീതിയിലാണ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദീസ് ആർ സം limitations of management accounting. If in spite of these limitations, the management accounting system is very useful to all business concerns. The person who performs the functions of management accounting is called management accountant. ആരാണോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് ഓഫീസിൽ പെർഫോം ചെയ്യുന്ന ദാറ്റ് ഓഫീസർ ഈസ് നോൺ ആസ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഹി ഈസ് ഓൾസോ നോൺ ആസ് ചീഫ് ബഡ്ജറ്റ് ഓഫീസർ ഓർ കൺട്രോളർ. അതുകൂടാതെ മാനേജ്മെന്റ് അക്കൗണ്ടന്റിനെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് പറയാറുണ്ട്, ഡയറക്ടർ ഫിനാൻസ് പറയാറുണ്ട്, ഫിനാൻഷ്യൽ കൺട്രോളർ എന്ന് പറയാറുണ്ട്. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആള്. ദെൻ ദ പേഴ്സൺ ഹു പെർഫോംസ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആരാണോ ആ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന അയാളെയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then we can see what are the important functions of management accountant. Then the important functions of management accountant are, first one, forecasting and planning. The management accountant must prepare different plans. Plans such as financial plan. Financial plan includes financial needs, then source of funds, then raising of funds, capital investment, then sales forecasting, etc. are some of the comprehensive financial plan to be prepared by the management accountant. Then management accountant സ്ഥാപനത്തിന് വേണ്ടി prepare ചെയ്യേണ്ട different plans ഉണ്ട്. For the preparation of plans, you must forecast data. Then forecasting and planning is an important function of management accountant. Then another function, management of cash flows. Management of cash flows includes inflows and outflows of cash. അതായത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, അത് റെസീപ്റ്റ്. ദെൻ അതുപോലെ തന്നെ ഔട്ട്ഫ്ലോ മീൻസ് പേയ്മെന്റ് ഓഫ് ക്യാഷ്. ദെൻ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് മാനേജിംഗ് ഓഫ് ക്രെഡിറ്റ്. ദെൻ മാനേജ്മെന്റ് ഓഫ് ഇൻവെന്ററീസ്. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ്, ലിക്വിഡ് ക്യാഷ് എക്സെട്ര. ഇതൊക്കെ മാനേജ് ചെയ്യേണ്ട ഫംഗ്ഷൻ മാനേജ്മെന്റ് അക്കൗണ്ടന്റിൻ്റെതാണ്. The next function, an important function, that is analysis and interpretation. The management accountant has to make necessary analysis and interpretation of data to help the management in decision making. The management accountant data ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ദെൻ അത് അനലൈസ് മീൻസ് ബ്രേക്ക് ചെയ്യുക, സിമ്പിൾ ഫോമിലേക്ക് മാറ്റുക, ദെൻ ആൻഡ് എക്സ്പ്ലെയിനിങ് ദ മീനിങ്. അത് മാനേജ്മെന്റിന് അത് സിമ്പിൾ ഫോമിൽ അതിന്റെ മീനിങ് എക്സ്പ്ലെയിൻ മനസ്സിലാക്കുന്ന രീതിയിൽ അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഫംഗ്ഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. Then മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ ആണ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെന്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റെഡ്യൂസിംഗ് ടാക്സ് ബർഡൻ. Then management accountant provides useful information about how to minimize tax or save tax. For example, depreciation, അതായത് അസറ്റ്സ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്ന മാക്സിമം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ദെൻ എക്സംഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ, അതായത് ഇൻസെന്റീവ്സ് ഒക്കെ കിട്ടുന്ന പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ എങ്ങനെ ടാക്സ് ബേർഡൻ മിനിമൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് മാനേജ്മെന്റിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. അപ്പോൾ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾസോ അനദർ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. The next one is that
maintaining good relations with financial institutions. Then management accountant must maintain good relations with institutions and banks providing financial assistance to the firm. അതായത് ഫേമിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കുകളും അതേപോലെയുള്ള സ്ഥാപനങ്ങളായിട്ട് നല്ല റിലേഷൻസ് ദെൻ അവരാവശ്യപ്പെടുമ്പോൾ അവർക്ക് ആവശ്യമായ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഫംഗ്ഷൻ ആണ്. Then another one, government reporting. Then government reporting means it includes reporting to government agencies or statutory bodies. Statutory bodies like Registrar of Companies, Company Law Board, then SEBI, Securities and Exchange Board of India, etc. Then management accountant should see that the required reports and information are duly filed with these agencies. അതായത് ഈ ഏജൻസികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അത് സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഫംഗ്ഷൻ ആണ്. Then another one, protection of assets, safety of assets is another function of management accountant. Then safety means ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഫിക്സഡ് അസറ്റ്സ് ആണെങ്കിൽ ഇൻഷുറൻസ്, അതിന് adequate ഇൻഷുറൻസ് പോളിസീസ് എടുക്കുക. ദെൻ കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ ദെൻ അതിന് adequate പ്രൊട്ടക്ഷൻ by introducing an internal check system. അതായത് ഇന്റേണൽ ചെക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം, അതായത് ഇൻവെന്ററീസ് അതുപോലെയുള്ള മറ്റ് ലിക്വിഡ് അസറ്റ്സ് സേഫ് അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് റെക്കോർഡ്സും അതേപോലെ തന്നെ അതിന്റെ ഫിസിക്കൽ ഫോമും ഒക്കെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇന്റേണൽ ചെക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, എക്കണോമിക് അപ്രൈസൽ. എക്കണോമിക് appraisal means he must report about the changes in government policies in time to time, and he has to study the impact of changes in environmental factors on the firm. അതായത് ഗവൺമെന്റിന്റെ എക്കണോമിക് പോളിസീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് സ്ഥാപനത്തെ ബാധിക്കുക എന്നുള്ളത് സ്റ്റഡി നടത്തേണ്ടത് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഫംഗ്ഷൻ ആണ്. ദീസ് ആർ സം ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. Then last part of the introduction chapter is recent trends in management reporting. Then management reporting or reporting is the process of communication of information to those persons who need such information relevant for decision making. ഇത് ഇൻഫർമേഷൻസ് ആവശ്യമുള്ളവർക്ക് ആ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Some recent trends in reporting includes ഒന്ന്, financial reporting using IFRS. I've already studied how financial reports are prepared under IFRS, the International Financial Reporting Standards. IFRS is recognized as a global financial reporting standards. From 1st April 2011 onwards, accounting standards were merged with the new IFRS, which you have studied. IFRS സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് എൻഷുവേഴ്സ് മോർ ട്രാൻസ്പെറൻസി, അതുപോലെ കൺസിസ്റ്റൻസി
ആൻഡ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. അതായത് ഏത് സ്ഥാപനം ഏത് രാജ്യത്തുള്ളതാണ്, ലോകത്തിൽ എവിടെയുള്ള സ്ഥാപനമാണെങ്കിലും അവർ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് സെയിം ആയിരിക്കും. നമുക്ക് അത് കമ്പയർ ചെയ്യാം. ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആണ്, കൺസിസ്റ്റൻസി. ഇതൊക്കെ നമുക്ക് ഈ IFRSന്റെ അതിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഇത് റിപ്പോർട്ടിങ്ങിലുള്ള ഒരു റീസെന്റ് ട്രെൻഡ് ആണ് ഇത് IFRS. Then next one, interim reporting. Interim reporting means reporting of financial results of any period that is shorter than a financial year. അതായത് ഒരു അക്കൗണ്ടിങ് ഇയർ 12 months പീരീഡിലാണ് നിലവിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ 12 months പീരീഡിൽ കുറവുള്ള പീരീഡിലേക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് ഇന്ററിം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അത് സെബി ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്, ലിസ്റ്റഡ് കമ്പനീസ്, അതായത് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു പബ്ലിഷ് ദ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓൺ ക്വാർട്ടർലി ബേസിസ്. അതായത് ഇയർ എൻഡിൽ മാത്രം റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്താൽ പോരാ, ക്വാർട്ടർലി ആയിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് സെബിയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. ടു ലിസ്റ്റഡ് കമ്പനീസ്, അതായത് ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത കമ്പനീസ് ക്വാർട്ടർലി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് സെബി നിർദ്ദേശിക്കുന്നുണ്ട്. റിപ്പോർട്ടിങ്ങിലുള്ള മറ്റൊരു റീസെന്റ് ട്രെൻഡ് ആയത് അടുത്ത കാലത്തുണ്ടായതാണ് ഈ ഇന്ററിം റിപ്പോർട്ടിംഗ്. നെക്സ്റ്റ് വൺ, സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. Segment reporting means reporting the operation segments of a company in the disclosure of the accompanying financial statements. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ അക്കമ്പനി ചെയ്യുന്ന റിപ്പോർട്ട്സ്, അതായത് സെഗ്മെന്റ്, ഓരോ സെഗ്മെന്റിന്റെയും റിപ്പോർട്ട്സ്. അത് ഏതൊക്കെ സെഗ്മെന്റ്സിനാണ് സെപ്പറേറ്റ് റിപ്പോർട്ട്സ് ഫിനാൻഷ്യൽ ഫൈനൽ അക്കൗണ്ട്സിനോട് കൂടി വെക്കേണ്ടതെന്നുള്ളത് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പ്രകാരം ഓരോ സെഗ്മെന്റിന്റെയും റിപ്പോർട്ട് തയ്യാറാക്കിയും അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനോടൊക്കെ ഒപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. Then another one, corporate governance report. SEBI, that is Securities Exchange Board of India, regulates corporate governance practices of companies listed on stock exchange. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസിന് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് സെബി. Then it prescribes the standards to be followed in the governance of companies. അതായത് കമ്പനീസിന്റെ ഗവേണൻസിന് ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. The next one, reporting of information relating to group companies. Group company means holding company and subsidiary company. Holding കമ്പനികൾ സബ്സിഡിയറി കമ്പനികൾ ഒന്നിച്ച് പറയുന്ന പേരാണ് ഗ്രൂപ്പ് companies. Then AS21 requires companies to prepare consolidated financial statements. അതായത് ഗ്രൂപ്പ് കമ്പനീസിനോട് നിർബന്ധമായിട്ടും ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് ഇൻക്ലൂഡ് the accounting data of the final accounts or the financial position of the subsidiaries. അതായത് ഫോർ എക്സാമ്പിൾ എ എന്ന കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണ് ബി എന്ന് വിചാരിക്കുക. അപ്പം എ അവരുടെ ഫൈനൽ അക്കൗണ്ട്സ്, എയുടെ മാത്രം ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതുകൂടാതെ ബിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ടു ഷോ ദ പെർഫോമൻസ് ഓഫ് ഗ്രൂപ്പ് ആസ് if it were a single entity. ആയത് എയുടെ സബ്സിഡിയറി ആണ് ബി, ആയത് ബിയിൽ മേജർ പാർട്ടി ഷെയർസും എയുടെ കൈവശമാണ്. അപ്പം ബിനെ കൺട്രോൾ ചെയ്യുന്ന എ ആണ്. അപ്പോൾ എയുടെയും ബിയുടെയും കൂടി ഒന്നിച്ചുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആണ് ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ പരസ്പരമുള്ള ഇന്റർ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളത് AS21 പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ദ some of the recent trends in management reporting. Then ഈ ഭാഗത്തോടു കൂടി
നമ്മളുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും കുറേ തിയറീസ് മാത്രമാണ്. ആ തിയറി ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക, നല്ലതുപോലെ വായിച്ചു നോക്കുക. ഏകദേശം മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് മൊഡ്യൂള് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.